നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം അമ്മ മുൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുകയാണ്. ഹേമ കമ്മിറ്റിയിൽ ലഭിച്ച പരാതികൾ താരസംഘടന ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഓരോരുത്തരെയും നേരിട്ട് സന്ദർശിച്ചാണ് മൊഴിയെടുക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്? അമ്മയുടെ മുൻ ഭാരവാഹിയായിരുന്ന ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്ത് വിളിച്ചിട്ടുണ്ട്. ഇന്ന് 10 മണിയോടെ ഹാജരാകാൻ വേണ്ടിയിട്ടാണ് SIT നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ആളുകളെയും SIT ഇവിടെ തീരദേശ പോലീസിന്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. SITക്ക് ഇപ്പോൾ താൽക്കാലികമായി നൽകിയിരിക്കുന്ന ഇടം ഇതാണ്. AIG പൂങ്കുഴി IPS നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. കഴിഞ്ഞ ദിവസവും മുകേഷിനെ ചോദ്യം ചെയ്തതും ഇവിടെ വെച്ച് തന്നെയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഏകദേശം 1 മണിക്ക് മേലെ നീണ്ടു. 2-3 മണിക്കൂർ കവിഞ്ഞാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇന്നലെ കണ്ട അറസ്റ്റിലേക്കും മറ്റു നടപടികളിലേക്കും നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്നിട്ടുള്ള പരാതികൾ, ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയിട്ടുള്ളതും അല്ലാതെ പുറത്തുനിന്നുള്ള പരാതികൾ, അതിനുശേഷം വന്നിട്ടുള്ള പരാതികളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുള്ളത്. അതിന്റെ അന്വേഷണങ്ങളുമാണ് തുടരുന്നത്. ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ മൊഴിപ്പകർപ്പും പ്രതികളുടെ പേരും മറച്ചുവെച്ചതിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി SITക്ക് അത് നേരിട്ട് നൽകാൻ ആവശ്യപ്പെടുകയും അതുപോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് അപ്പോൾ ഹൈക്കോടതിയെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ മുകേഷിനെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിലേക്കും ഉടനടി അറസ്റ്റിലേക്കുള്ള നീക്കം വരുമ്പോൾ സിദ്ദിഖിനെ കാണാതാവുന്ന അല്ലെങ്കിൽ സിദ്ദിഖ് മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇത്തരം അവസ്ഥകൾ ഉണ്ടായപ്പോഴും അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരും പോലീസും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്തിൽ വെച്ചിട്ടാണ് സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. അതുവരെയും സിദ്ദിഖ് നിരീക്ഷണത്തിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എവിടെയാണ് സിദ്ദിഖ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയും വിമർശനങ്ങൾ ഉയർന്നതുപോലെയും സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഇടം ഒരു ഗ്യാപ്പ് പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കാമെന്നുള്ള വിമർശനങ്ങളും ശക്തമാണ്. എന്തായാലും SIT ഇതുമായി പരാതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരുടെയൊക്കെ പേര് പരാതികളുണ്ട് അവരെ ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. ഇന്ന് ഇടവേള ബാബുവിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 10 മണിയോടുകൂടി SITയുടെ തീരദേശ ആസ്ഥാനത്തുള്ള ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 മണിയോടുകൂടി അദ്ദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗം ഊർജിതമാക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് SIT മാറിയിട്ടുണ്ട്. മാത്രമല്ല ഹൈക്കോടതി നേരത്തെ ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി സ്ത്രീകളുടെ വിഷയത്തിൽ അതിശക്തമായി ഇടപെടുമെന്നുള്ളതും അതല്ലെങ്കിൽ ഈ തരത്തിൽ ലൈംഗിക അതിക്രമ പരാതിയുമായി വരുന്ന സ്ത്രീകളെ അവരുടെ സ്വഭാവം അത്തരത്തിൽ റീഡ് ചെയ്യേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ അത് അവരുടെ സ്വഭാവ ദൂഷ്യത്തിന്റെ ഭാഗമായിരുന്നില്ല ലൈംഗിക അതിക്രമത്തിന് ഇരയായത് കൊണ്ട് എന്ന് മനസ്സിലാക്കണമെന്നും ഇരയെ വിശ്വാസത്തിലെടുക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യവും അല്ലെങ്കിൽ അനാവശ്യ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അതായത് ഇരയെ ഭീഷണിപ്പെടുത്തുക, ഇരയ്ക്ക് ഇരയ്ക്ക് പരാതി നൽകാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുക തുടങ്ങിയ തരത്തിലുള്ള നീക്കങ്ങളും ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ തുടങ്ങിയ തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈംഗിക അതിക്രമം നേരിട്ടുള്ള സ്ത്രീകൾ ശക്തമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ഇടം കൂടി ഒരുക്കുകയാണ് ഇതിലൂടെ കോടതി ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം അമ്മ മുൻ ഭാരവാഹികളെ മൊഴിയെടുക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റിയിൽ ലഭിച്ച പരാതികൾ അവിടെയും ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് എന്നാണ് വിവരം.